അമ്മേ ശരണം ദേവി ശരണം. നമസ്തേ സജ്ജനങ്ങളെ, ഹരിപ്രിയ പ്രൊഡക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം, തിരുമല, ആലപ്പുറം മായൂർവിളാകം ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഉത്രട്ടാതി മഹോത്സവം 2026 ഫെബ്രുവരി 18 മുതൽ 20 വരെ നടക്കുകയുണ്ടായി. അതിൽ ഒന്നാം തിരു ഉത്സവ ദിവസത്തിൽ വൈകുന്നേരം ക്ഷേത്രത്തിൽ നടന്ന ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ ആത്മീയ പ്രഭാഷണത്തിൻ്റെയും സാംസ്കാരിക സമ്മേളനത്തിൻ്റെയും പ്രസക്ത ഭാഗങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് ഹരിപ്രിയ പ്രൊഡക്ഷൻസ് ഈ വീഡിയോ ഭക്തജനങ്ങൾക്കായി ഭക്തിപുരസ്സരം സമർപ്പിക്കുന്നു. 3 ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്ന തിരു ഉത്സവത്തിൻ്റെ ഒന്നാം ദിവസത്തിൽ വൈകുന്നേരം നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പ്രമുഖ വ്യക്തികളായ പത്മനാഭസ്വാമി ക്ഷേത്ര കേന്ദ്ര ഭരണസമിതി അംഗവും BJP സിറ്റി ജില്ലാ പ്രസിഡന്റുമായ ശ്രീ കരമന ജയൻ അവർകളും, പുന്നയ്ക്കാമുകൾ വാർഡ് കൗൺസിലർ ശ്രീ RP ശിവജി അവർകളും, തിരുമല വാർഡ് കൗൺസിലർ ശ്രീമതി ദേവിമയും മറ്റ് ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളും പങ്കെടുക്കുകയുണ്ടായി. ശക്തി സ്വരൂപിണിയും അന്നപൂർണേശ്വരിയും മായൂർവിളാകത്തിൻ്റെ ദേശദേവതയുമായ ശ്രീ ഭദ്രകാളി ദേവിയുടെ തിരുസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും ദേവിയുടെ കൃപാകടാക്ഷം ലഭിക്കുമാറാകട്ടെ. ക്ഷേത്രതന്ത്രി വെള്ളനാട് വാളിയറ അക്കിത്തമംഗലത്ത് മഠം ശ്രീ ചന്ദ്രമോഹനര അവർകളും ക്ഷേത്ര മേൽശാന്തി ശ്രീ നിതിൻ പോറ്റി അവർകളുമാണ്. ക്ഷേത്രവിലാസം മായൂർവിളാകം ശ്രീ ഭദ്രകാളി ക്ഷേത്രം ട്രസ്റ്റ്, ആലപ്പുറം, തിരുമല, തിരുവനന്തപുരം. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് പുതിയൊരു ക്ഷേത്രവിശേഷവുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം. ഹരിപ്രിയ പ്രൊഡക്ഷൻസിന് വേണ്ടി ഞാൻ ഹരിപ്രിയ രാജ്കുമാർ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. തീരുമാനിക്കണം, ഞാൻ ഇന്നത്തെ ദിവസം ഇങ്ങനെ ആയിരിക്കും. സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലത്, സംഭവിക്കാൻ പോകുന്നതാണെങ്കിൽ അതിനേക്കാളും വളരെ വളരെ നല്ലത്. അറിവ് എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിൽ കാണിക്കാനുള്ളതാണ്. ആണ് പണ്ടുള്ള മഹാൻ വ്യക്തികളൊക്കെ എന്തെല്ലാം ത്യാഗം ചെയ്തു, അവരെന്തെല്ലാം സഹിച്ചു. ജീവിതത്തിലെ ആ ശക്തി നമ്മൾ മാത്രം ആ തിരുസന്നിധിയിൽ ചെന്ന് നിൽക്കുമ്പോൾ ആ രൂപം മാത്രം കണ്ടുകൊണ്ട് ദേവി എന്നെ ബ്ലസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവിയുടെ ആശീർവാദം എനിക്ക് ഇത്രയേ ഉള്ളൂ. പരിശോധിക്കുക, നമ്മൾ ശാന്തി അവരുടെ സാധനം കൊടുത്തു വെച്ചിരിക്കുന്നു. ബലഹീനതയാണ്, എന്റെ ദുർബലതയാണ് അവരെന്റെ മനഃശാന്തി ഇല്ലാതാക്കി എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യും, പക്ഷേ ഇതിനെ കൈകത്തില് മാറ്റം കൊണ്ടുവരാം. ഇതാണ് ഭഗവാൻ പറഞ്ഞത്, നമുക്ക് വീണ്ടും ഈ ഭൂമി സ്വർഗമാക്കാൻ തീർച്ചയായിട്ടും കൊണ്ടുവരാം. പ്രവർത്തിക്കേണ്ടത് ഈ പറഞ്ഞ പോലെ മാറ്റം മനസ്സിൽ നിന്നാകണം എന്ന് പറഞ്ഞു. ക്ഷേത്ര കമ്മിറ്റിയുടെ പേര് നന്ദി രേഖപ്പെടുത്തുന്നു. ബ്രഹ്മകുമാരീസ് ഈശ്വരിക വിശ്വവിദ്യാലയം തിരുമല 6:30 സാംസ്കാരിക സമ്മേളനം ആരംഭിച്ചു. ഭാരതീയ ജനതാ പാർട്ടിയുടെ സിറ്റി ജില്ലാ പ്രസിഡന്റ്, പത്മനാഭസ്വാമി ക്ഷേത്ര കേന്ദ്ര ഭരണസമിതി അംഗം കൂടിയായ ശ്രീ കരമന ജയൻ നിർവഹിക്കുന്നു. മുഖ്യ അതിഥി ആശംസ ഭക്ഷണം സമർപ്പണം ആതിര AG കൃഷ്ണഭവൻ. പിന്നെ ഇവിടെ വന്നാ
പെണ്ണ് കല്യാണത്തിന് ഒത്തുപോയി പ്രസിഡന്റ് ശ്രീ ഡോക്ടർ സുരേഷ് അവരുടെ ഏറെ ആദരം. മായുള്ളാകം ശ്രീഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ ഉത്രട്ടാതി മഹോത്സവവുമായി ബന്ധപ്പെട്ട് 2026 ഫെബ്രുവരി 18, 19, 20 തീയതികളിൽ നടക്കുന്ന ഉത്രട്ടാതി മഹോത്സവത്തിൻ്റെ സാംസ്കാരിക സമ്മേളനമാണ് നടക്കാൻ പോകുന്നത്. സ്വാഗതം പറയുവാനായി സെക്രട്ടറിയെ ക്ഷണിക്കുന്നു. നന്ദി അധ്യക്ഷൻ. വേദിയിലിരിക്കുന്ന വ്യക്തികൾ, നല്ലവരായ നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, മായൻകുളാകം ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്രട്ടാതി മഹോത്സവം 18, 19, 20 ദിവസങ്ങളിലായി വിപുലമായ കലാപരിപാടികളോടുകൂടി ക്ഷേത്ര ആചാര അനുഷ്ഠാനങ്ങളോടുകൂടി നമ്മുടെ പ്രിയങ്കരനായ കൺവീനർ ശ്രീ സുമേഷ് എം നായരുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി ഉണ്ട്. അവരുടെ നേതൃത്വത്തിൽ വളരെ വിപുലമായ രീതിയിൽ നമ്മുടെ ആഘോഷങ്ങൾ നടക്കുകയാണ്. നമുക്കറിയാം, 3 ദിവസത്തെ ആഘോഷം ഈ ദേശത്തിൻ്റെ ഒരു ആഘോഷമായിട്ടാണ് ഇപ്പോൾ നമ്മൾ കൊണ്ടാടുന്നത്. വളരെ നാളുകൾക്ക് ശേഷമാണ് ഒരു സാംസ്കാരിക സമ്മേളനം ഇപ്പോൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ക്ഷേത്രത്തെക്കുറിച്ച് അധികം ഞാൻ ഓർമ്മിപ്പിക്കേണ്ടതോ പറഞ്ഞു തരേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല. കാരണം ഇതൊരു കുടുംബത്തെക്കതായിരുന്നു. തെക്കതിൽ നിന്ന് ക്ഷേത്രമായി, ക്ഷേത്രത്തിൽ നിന്ന് അത് ട്രസ്റ്റായിട്ട് 2006 രജിസ്റ്റർ ചെയ്യുകയും നല്ലവരായ നാട്ടുകാരുടെയും ബന്ധുമിത്രാദികളുടെയും കുടുംബക്കാരുടെയും എല്ലാം സഹായ സഹകരണങ്ങളോടുകൂടി ഇന്ന് ക്ഷേത്രം ഈ ഒരു നിലയിൽ, നമ്മൾ കാണുന്ന ഈ ഒരു നിലയിൽ എത്തിച്ചേർന്നു. അതിന് ഒരുപാട് പഴയ കമ്മിറ്റിക്കാർ കൂടാതെ പലരും പല സഹായങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ഒരു പ്രധാന ആവശ്യമായിരുന്നു ഒരു അന്നദാന മണ്ഡപം. അത് അമ്മയുടെ തിരുമുറ്റത്ത് തന്നെ നമുക്ക് വേണമെന്ന് നമുക്കൊരു വാശിയായിരുന്നു. അതിനുള്ള ധനസമാഹരണ യജ്ഞം നമ്മൾ കഴിഞ്ഞ ഉത്സവം കഴിഞ്ഞ ഉടനെ ആരംഭിച്ചു.
അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ ഉത്സവം കഴിഞ്ഞ ഉടനെ തന്നെ അതിൻ്റെ അന്നദാന മണ്ഡപത്തിൻ്റെ പണി ആരംഭിക്കുന്നതാണ്. ദേവി കടാക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത ഉത്സവത്തിന് മുന്നേ നമ്മുടെ അതിൻ്റെ ഉദ്ഘാടനവും കഴിയും. നമുക്ക് അവിടെ ഇരുത്തി അന്നദാനം നടത്താനും പറ്റും. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ കർത്തവ്യമായ സ്വാഗതം പറയുക എന്ന ചടങ്ങിലേക്ക് ഞാൻ കടക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആദ്യമായി ഞാൻ സ്വാഗതം പറയുന്നത് നമ്മുടെ ക്ഷേത്ര പ്രസിഡന്റ് ഡോക്ടർ പി സുരേഷ് കുമാർ അവർകളെ ഹൃദയാദത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് സ്വാഗതം ചെയ്യേണ്ട നമ്മുടെ മുഖ്യ അതിഥിയാണ്. പക്ഷേ ജോലി തിരക്ക് കാരണം എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. വേറെ ആരുമല്ല, നമ്മുടെ പ്രിയങ്കരിയായ ഡെപ്യൂട്ടി മേയർ ശ്രീമതി ആശാനാഥാണ്. ആശാനാഥിയെയും ഈ വേദിയിലേക്ക് സഹൃദയം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് സ്വാഗതം ചെയ്യേണ്ടത്, നമുക്ക് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. അദ്ദേഹത്തെ എല്ലാവർക്കും സുപരിചിതമാണ്. വളരെ സുപരിചിതമായ ഒരു മുഖം. വേറെ ആരുമല്ല, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര കേന്ദ്ര ഭരണസമിതി അംഗവും BJP തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റുമായ നമ്മുടെ ശ്രീ കരമന ജയൻ ചേട്ടൻ അവരുടെ സ്നേഹാദരോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നല്ലൊരു കയ്യോടുകൂടി അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. അടുത്തതായിട്ട് സ്വാഗതം ചെയ്യേണ്ടത് നമ്മുടെ ക്ഷേത്ര കുടുംബത്തിലെ ഒരു അംഗമാണ്. നിങ്ങൾക്കെല്ലാം സുപരിചിതയുമാണ്. കൂടാതെ നമ്മുടെ തിരുമല വാർഡ് കൗൺസിലറും കൂടിയായ ശ്രീമതി ദേവിമയെ ഈ വേദിയിലേക്ക് സഹൃദയം ക്ഷണിച്ചുകൊള്ളുന്നു. ഒരു കൈയോടുകൂടി നമുക്ക് ദേവിമയെ ക്ഷണിക്കാം. അടുത്തതായി സ്വാഗതം പറയേണ്ടത് വേറൊരു സുപരിചിതമായ മുഖമാണ്. നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ നമ്മുടെ സഖാവ് ശിവജി, പുന്നക്കമകൾ വാർഡ് കൗൺസിലറായ സഹജി ശിവജിയെ ഈ വേദിയിലേക്ക് സഹൃദയം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യേണ്ട നമ്മുടെ ഒരു പ്രിയ കൺവീനറാണ്. അദ്ദേഹം സ്റ്റേജിൽ കയറാൻ പഠിക്കുന്നു. നമ്മുടെ പ്രിയ കൺവീനർ ശ്രീ സുമേഷ് ഉണ്ടെങ്കിൽ സുമേഷ് സ്റ്റേജിലേക്ക് വരാം. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മണിക്കൂട്ടൻ, അദ്ദേഹത്തെയും ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് സഹൃദയം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് സ്വാഗതം ചെയ്യേണ്ടത് വേറെ ആരുമല്ല, നമ്മുടെ ക്ഷേത്രത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ മധുസൂദൻ നായരെയും ഈ ഇന്നത്തെ ഈ സാംസ്കാരിക സമ്മേളനത്തിലേക്ക് സഹൃദയം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് സ്വാഗതം ചെയ്യേണ്ടത് നമ്മുടെ ജോയിന്റ് സെക്രട്ടറി ശ്രീ മോഹൻലാൽ, അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അറ്റ്ലാസ് വേറെ ആരുമല്ല, എൻ്റെ മുന്നിൽ ഇരിക്കുന്ന എൻ്റെ സഹോദരന്മാരെ, നിങ്ങളെല്ലാവരെയും ഞാൻ സഹൃദയം ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാവർക്കും ദേവിയുടെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ മായുള്ളാകം ഭദ്രകാളി ക്ഷേത്രം തലമുറകൾ ആരാധിച്ചു വന്നിരുന്ന ഈ മഹാക്ഷേത്രം 96-98 കാലഘട്ടങ്ങളിൽ പുനരുദ്ധാരണം നടത്തുകയും ഒരു ഭരണസമിതിയെ ഏൽപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം ക്ഷേത്രം നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു. അമ്മയ്ക്ക് പ്രണാമം. വാക്കുകൾ ഉപസംഹരിക്കും. നാരായണ
ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം സുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗകൃധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ഓം നമോ നാരായണ, ഓം നമോ നാരായണ, ഓം നമോ നാരായണ. ബഹുമാനപ്പെട്ട ഈ സാംസ്കാരിക സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്ന ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് ഡോക്ടർ ശ്രീ പി സുരേഷ് കുമാർ, എൻ്റെ പ്രിയ സുഹൃത്തും പുന്നക്കാമുകൾ വാർഡിൻ്റെ കൗൺസിലർ കൂടിയായിട്ടുള്ള ശ്രീ ആർ പി ശിവജി, എൻ്റെ സഹപ്രവർത്തക തിരുമല വാർഡിൻ്റെ കൗൺസിലർ കൂടിയായിട്ടുള്ള ശ്രീമതി ദേവിമ, ഉത്സവ കമ്മിറ്റിയുടെ കൺവീനർ ശ്രീ സുമേഷ്, സ്വാഗതം ആശംസിച്ച ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറി ശ്രീ രാജേഷ് കുമാർ, രക്ഷാധികാരി ശ്രീ സുരേന്ദ്രൻ നായർ, വൈസ് പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ മധുസൂദനൻ നായർ, ജോയിന്റ് സെക്രട്ടറി ശ്രീ മോഹൻലാൽ, നന്ദി പ്രകാശിപ്പിക്കുന്ന മോഹൻലാൽ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഭക്തജനങ്ങളെ, ഞാൻ ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനായിട്ടല്ല നിൽക്കുന്നത്. ഞാൻ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരണസമിതിയിലെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയായി പ്രവർത്തിച്ചു വരികയാണ്. ഞാൻ ഉത്സവങ്ങളിലും ഈ സാംസ്കാരിക പരിപാടികളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഞാൻ പ്രത്യേകം സംഘാടകരോട് പറയാറുണ്ട്, BJPയുടെ ജില്ലാ അധ്യക്ഷൻ എന്നാൽ അപ്പുറം ഇത്രയും മഹനീയമായിട്ടുള്ള ഈ സാഹചര്യത്തിൽ കൗൺസിലർമാരും മറ്റുള്ള കാര്യങ്ങളും രാഷ്ട്രീയം അത് ഞാനിവിടെ പങ്കെടുക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ശ്രീ പത്മനാഭസ്വാമിയുടെ പ്രതിനിധിയായിട്ടാണ്. ഞാൻ കഴിഞ്ഞ 2 വർഷക്കാലമായി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഭരണസമിതിയിലുണ്ട്. നമുക്കറിയാം, ലോകനാഥനാണ്, നമ്മുടെ ദേശത്തിൻ്റെ നാഥനാണ് ശ്രീ പത്മനാഭസ്വാമി. വർഷങ്ങൾ എത്രയെന്ന് കണക്ക് കൂട്ടാൻ കഴിയാത്ത അത്രയധികം പഴക്കമുള്ള ഒരു കാലഘട്ടത്തിൽ തിരുവിതാംകൂർ രാജ്യം ഭരിച്ചിരുന്ന മഹാരാജാക്കന്മാരുടെ അതിൻ്റെയും രാജാവാണ് ശ്രീ പത്മനാഭസ്വാമി എന്ന് ഉള്ളത് പഴയ തലമുറകൾക്ക് ഉള്ള ആൾക്കാർ. ഇപ്പോൾ തലമുറ അതും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ ശ്രമം നടക്കുന്നു എന്നുള്ളതാണ്. 1700കളിൽ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ്, അദ്ദേഹമാണ് ഇന്ന് കാണുന്ന പത്മനാഭസ്വാമി ക്ഷേത്രം നിർമ്മിച്ചത്. ഉത്രട്ടാതി മഹോത്സവവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇന്ന് ഉത്സവം തുടങ്ങുന്നു. 3 ദിവസത്തെ ഉത്സവമാണ്. ഇവിടെ ഒരു ഓഡിറ്റോറിയം അല്ലേ, അന്നദാനമുണ്ടോ? അന്നദാന മണ്ഡപമൊക്കെ ഭക്തജനങ്ങളുടെ ആഗ്രഹപ്രകാരമൊക്കെ സാധ്യമായിരിക്കുന്നു. ഒരു പക്ഷേ നമ്മളെ ഒരുമിച്ച് ഈ ക്ഷേത്രത്തിൻ്റെ ഇപ്പം ജനപ്രതിനിധികളുണ്ട്, ഭക്തജനങ്ങളും എല്ലാം ഒരുമിച്ച് ഈ ക്ഷേത്ര കമ്മിറ്റിയും എല്ലാം ട്രസ്റ്റായി, അതായത് ക്ഷേത്രം ആദ്യം പിന്നെ ട്രസ്റ്റായി എന്നാണ് പറയുന്നത്. ഇത് കാവായി കാവായിരുന്നു, തെക്കതായിരുന്നു. അത് കഴിഞ്ഞ് ക്ഷേത്രമായി പിന്നെ ട്രസ്റ്റിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഒരുമിച്ച് ഒരു ആത്മാർത്ഥമായി നമ്മൾ മുന്നോട്ട് ഈ ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ക്ഷേത്രം ഇതിനേക്കാൾ കൂടുതൽ ഒരു പുരോഗതിയിലേക്ക് എത്താൻ
ദേവിയുടെ ശക്തി ആർജിക്കാനും ഈ ചുറ്റുപാടും താമസിക്കുന്ന പ്രദേശത്തെ ജനവിഭാഗങ്ങൾ എല്ലാ വിവിധ ജാതി മതസ്ഥർക്കും ജാതിമത ഭേദമന്യേ എല്ലാവർക്കും വെളിച്ചമേകാനും ഐശ്വര്യപൂർണമായിട്ടുള്ള ജീവിതം ഉണ്ടാകാനും നമ്മുടെ കുട്ടികൾക്ക് നല്ല ഭാവി ഉണ്ടാകാനും ഒക്കെ നമ്മളെല്ലാം പ്രാർത്ഥിച്ചാൽ അത്ര ശക്തി സ്വരൂപിണിയായി ഈ ക്ഷേത്രം വളർന്നു വരാൻ അങ്ങനെ വളർന്നു വരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിന് എല്ലാവിധ സഹായവും അനുഗ്രഹങ്ങളും എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതോടൊപ്പം എൻ്റെ ഭാഗത്തുനിന്നും വ്യക്തിപരമായി കാണും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും നന്ദി ശ്രീ ജയൻചേട്ടൻ. അടുത്തതായി ആശംസ പ്രസംഗം നടത്തുന്നതിലേക്കായി പുന്നക്കാമകൾ വാർഡ് കൗൺസിലർ ശ്രീ RP ശിവജി സഖാവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ P സുരേഷ് കുമാർ അവർ, ഇവിടെ ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട ശ്രീ കരമന ജയൻ അവർ, എൻ്റെ പ്രിയ സഹപ്രവർത്തക ശ്രീമതി ദേവിമ, ക്ഷേത്ര കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ രാജേഷ് കുമാർ, അതിലുപരി കുട്ടിക്കാലം മുതൽ കണ്ട് പരിചയപ്പെട്ട് കുടുംബ ബന്ധമുള്ള എൻ്റെ പ്രിയപ്പെട്ട മണിക്കുട്ടൻ, മധുവണ്ണൻ, അതുപോലെ ജോയിൻറ്റ് സെക്രട്ടറി കൃതജ്ഞത പറയുന്ന ശ്രീ മോഹൻലാൽ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും പരിചയക്കാരാണ്. ചിലരുമായിട്ട് കുടുംബപരമായ ബന്ധവും അടുപ്പവുമുണ്ട്. എല്ലാവർക്കും, എല്ലാ സഹോദരീ സഹോദരന്മാർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. ക്ഷേത്രോത്സവങ്ങളുമായി ബന്ധപ്പെട്ട് പല അവസരങ്ങളിലും പല കാര്യങ്ങൾക്കും ക്ഷണിക്കാറുണ്ട്, പങ്കെടുക്കാറുണ്ട്. ചില ക്ഷേത്രങ്ങളിലെ ചില ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടും അവരെ എന്നെ സമീപിക്കാറുണ്ട്. ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു. ഇവിടെ പ്രിയപ്പെട്ട ശ്രീ ജയൻ അവർ സൂചിപ്പിച്ചതുമാതിരി രാഷ്ട്രീയമെന്ന് പറയുന്നത് ജനങ്ങളുടെ നന്മയ്ക്കും ക്ഷേമത്തിനും വേണ്ടിയുള്ളതാണ്. അപ്പോൾ ജനങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ അത്താണിയായി പലപ്പോഴും ദുഃഖങ്ങളിൽ, ദുരിതങ്ങളിൽ, വേദനകളിൽ അവരുടെ ആശ്വാസത്തിൻ്റെ ഒരു പ്രത്യേക തലമായിട്ടാണ് വിശ്വാസത്തെ കാണുന്നത്. അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും അങ്ങനെയാണ് കാണാൻ കഴിയുക. കേരളത്തിൻ്റെ മഹാനായ ഒരു എഴുത്തുകാരനുണ്ടായിരുന്നു, ശ്രീ ചെറുകാട്. മുത്തശ്ശി പോലുള്ള കൃതികൾ രചിച്ച, കേരളത്തിൻ്റെ പുരോഗമന രാഷ്ട്രീയ പക്ഷത്ത് നിലനിന്നിരുന്ന വലിയൊരു അധ്യാപകനായിരുന്ന ശ്രീ ചെറുകാട്. അദ്ദേഹം ഒരു 11ാമത്തെ വയസ്സിൽ ഏതോ ഉൾപ്രേരണയാൽ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന്, പാലക്കാട് നിന്ന് നടന്ന് മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോവുക. 11ാമത്തെ വയസ്സാണ്, വേറെ ആരും കൂട്ടില്ല. അദ്ദേഹം ഏകാംഗനായി നടന്ന് മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോവുക. അത് നടക്കുന്നത് 1940-കൾക്കാണ്. അപ്പോൾ എത്രമാത്രം ഒറ്റപ്പെട്ട വിജനമായ ഒരു വഴിയിലൂടെ സഞ്ചരിച്ചാണ് അദ്ദേഹം മൂകാംബികയിലെത്തുന്നത്. അവിടെ അദ്ദേഹം ക്ഷേത്ര ദർശനം നടത്തി തിരിച്ച് വരാനുള്ള ഒരുക്കത്തിലാണ് നാട്ടിലെ ഒരു ജന്മി അവിടെ ക്ഷേത്ര ദർശനത്തിനെത്തുന്നത്. അപ്പോൾ അദ്ദേഹം ഈ കുട്ടിയെ കാണുകയാണ്, പരിചയമുണ്ട്. അപ്പോൾ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു. അപ്പോൾ ഈ വിവരം അറിയുന്നു. തിരിച്ച് അദ്ദേഹം വരുമ്പോൾ ഈ കുട്ടിയെയും കൂട്ടിക്കൊണ്ട്, ഈ ചെറുകാടിനെയും കൂട്ടിക്കൊണ്ട് നാട്ടിലേക്ക് വരിക. പിന്നീട് ചെറുകാട് വലിയ എഴുത്തുകാരനായി, മലയാളത്തിലെ പ്രമുഖനായ എഴുത്തുകാരനായി, അതുപോലെ പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവുമായി, അധ്യാപക പ്രസ്ഥാനത്തിൻ്റെ നേതാവുമായി. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വീകരണ മുറിയിൽ മൂകാംബികയുടെ ഒരു ചിത്രം തൂക്കിയിട്ടിരുന്നു. അപ്പോൾ ഒരു പത്രപ്രവർത്തകൻ കൗതുകപൂർവം ചോദിക്കുകയുണ്ടായി,
നിങ്ങൾ പുരോഗമന രാഷ്ട്രീയത്തിൻ്റെ വക്താവാണ്, നേതാവാണ്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ മൂകാംബിക ദേവിയുടെ ചിത്രം ഈ സ്വീകരണ മുറിയിൽ തൂക്കിയിട്ടിരിക്കുന്നത്? അപ്പം അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി ഉണ്ട്. അതിതായിരുന്നു: മനസ്സിൽ പതിഞ്ഞത് ചുവരിൽ നിന്ന് മായ്ക്കാൻ കഴിയില്ലല്ലോ എന്നുള്ള മറുപടിയാണ് ശ്രീ ചെറുകാട് അതിനുത്തരമായി നൽകിയത്. അതേമാതിരിയാണ് ശ്രീ PK ബാലകൃഷ്ണൻ്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന കൃതി രചിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ തത്വചിന്തയുടെ ആത്മീയതയുടെ തലങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരുപാട് സന്ദിഗ്ധതകളും സംശയങ്ങളും ഉണ്ടാകുന്ന സാഹചര്യം. തീർച്ചയായിട്ടും നാം ഈ കാലഘട്ടത്തിൽ ലോകത്തെല്ലായിടത്തും വലിയ തോതിലുള്ള അശാന്തി പടർന്നു പിടിക്കുകയാണ്. അടുത്തതായിട്ട് ആശംസാ പ്രസംഗം അർപ്പിക്കുന്നതിന് നമ്മുടെ പ്രിയ സഹോദരി ശ്രീ ദേവിമയെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മയൂർവിളകം ദേവീക്ഷേത്രം ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണ്. കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ കുടുംബം ഇവിടെ ആലപ്പുറത്താണ്. അപ്പോൾ ഞാൻ എല്ലാ ഉത്സവത്തിനും ഇവിടെ വരാറുണ്ട്. പക്ഷെ അന്നൊന്നും ചിലപ്പോൾ എന്നെ ആർക്കും അറിയില്ലായിരിക്കും. കാരണം ഞാൻ തൊട്ടടുത്ത വാർഡ്, വലിയവിള വാർഡിലെ കൗൺസിലറായിരുന്നു. കഴിഞ്ഞ തവണയും ഞാൻ വന്നു, അതിന് മുന്നത്തെ തവണയും വന്നു. ഞങ്ങൾ എല്ലാ തവണയും അന്നദാനത്തിനൊക്കെ കൊടുക്കാറുണ്ട്, മോളുടെ പേരിൽ പൂജയ്ക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് മയൂർവിളകം ക്ഷേത്രം എന്ന് പറയുമ്പോൾ എനിക്കത് വളരെ പ്രാധാന്യപ്പെട്ട ഒന്നാണ്. അതിലേറെ എനിക്ക് സന്തോഷമുള്ളത്, ഞാൻ ഇപ്പോൾ നമ്മുടെ തിരുമല വാർഡിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഉള്ള എൻ്റെ ആദ്യത്തെ ഒരു ക്ഷേത്രത്തിലെ ഒരു സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പറ്റി. അതും എൻ്റെ കുടുംബക്ഷേത്രത്തിൽ തന്നെയായി. അതും വളരെ സന്തോഷം. അതെല്ലാം അമ്മയുടെ ഒരു നിമിത്തമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അതിന് പുറമെ നമ്മുടെ ക്ഷേത്ര കമ്മിറ്റിയിൽ നിന്ന് എന്നെ ഒരു മാസം മുന്നെയാണ്, ഞാനിവിടെ സ്ഥലത്തില്ലായിരുന്നു, ആ സമയത്താണ് എന്നോട് വിളിച്ച് പറയുന്നത്, ഇവിടെ നമ്മുടെ ഉത്സവം ഉത്രട്ടാതി മഹോത്സവം വരെയാണ്. അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിലോട്ട് വരുന്ന റോഡ് ഒന്ന് എന്തെങ്കിലും ഒരു മെയിൻ്റനൻസ് ചെയ്തു തരാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിട്ട് എന്നെ വിളിക്കുകയുണ്ടായി. അപ്പം ഞാൻ സത്യം പറഞ്ഞ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളോട് ഞാൻ പറഞ്ഞു, ഞാൻ ശ്രമിക്കാം. കാരണം ഇപ്പോൾ കയറി ഞാൻ കൗൺസിലറായിട്ട് കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ, ഞാൻ എൻ്റെ പരമാവധി ശ്രമിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ നാട്ടിൽ തിരിച്ചെത്തിയ ഉടനെ തന്നെ നമ്മുടെ ആരാധ്യനായ മേയർ ശ്രീ VV രാജേഷ് അവറുകളെ പോയി കാണുകയും അദ്ദേഹത്തിനോട് ഈ ഒരു കാര്യം അവതരിപ്പിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു, നമുക്കത് എത്രയും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം എന്ന് പറയുകയും, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വലിയ മനസ്സുകൂടി കൊണ്ടാണ് എനിക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അനുവദിക്കുകയും, അപ്പോൾ ഈ ഉത്സവത്തിന് മുന്നേ എൻ്റെ ഒരു ആഗ്രഹവും ഉത്സവത്തിന് മുന്നേ ചെയ്യണം എന്ന് തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫണ്ട് അനുവദിച്ച് എനിക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഉത്സവത്തിന് മുന്നേ ചെയ്യാൻ വേണ്ടി സാധിച്ചു. അതും എൻ്റെ ആദ്യത്തെ കൗൺസിലറായി തിരഞ്ഞെടുത്തതിന് ശേഷമുള്ള എൻ്റെ ആദ്യത്തെ വർക്കാണ്. അപ്പോൾ അതും എൻ്റെ കുടുംബക്ഷേത്രത്തിലെ വർക്കായിട്ട് ചെയ്യാൻ സാധിച്ചതും വളരെ സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാം അമ്മയുടെ അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അപ്പോൾ ഇനിയും വരും വർഷങ്ങളിലെല്ലാം നമ്മുടെ ക്ഷേത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഞാൻ കൂടെ ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഉത്സവത്തിന് എല്ലാവിധ ഉത്സവാശംസകളും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വൈസ് പ്രസിഡന്റ് ശ്രീ മോഹൻലാലിനെ ക്ഷണിച്ചോളൂ. ജോയിന്റ് സെക്രട്ടറി. ആദ്യമായി നന്ദി അറിയിക്കുന്നത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റും അധ്യക്ഷനുമായ ശ്രീ ഡോക്ടർ സുരേഷ് കുമാറിനാണ്. എൻ്റെ പേരിലും ക്ഷേത്രത്തിൻ്റെ പേരിലും ക്ഷേത്ര സമിതിയുടെ പേരിലും നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി നന്ദി അറിയിക്കുന്നത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറിയായ ശ്രീ രാജേഷ് കുമാർ അവർക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ മുഖ്യാതിഥിയായ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ശ്രീമതി ആശാനാഥ് എത്തിയിട്ടില്ല, എങ്കിലും ഞാൻ നന്ദി അറിയിച്ചുകൊള്ളുന്നു. എൻ്റെ പേരിലും ക്ഷേത്ര കമ്മിറ്റിയുടെ പേരിലും നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ ഉദ്ഘാടകനായ ശ്രീമാൻ പത്മനാഭസ്വാമി ക്ഷേത്ര കേന്ദ്ര ഭരണസമിതി അംഗവും ശ്രീ BJP സിറ്റി ജില്ലാ പ്രസിഡന്റുമായ ശ്രീ കരുണ ജയൻ ചേട്ടനും ഞാൻ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി നന്ദി അറിയിക്കുന്നത് നമ്മുടെ ശ്രീമതി ദേവിമ വാർഡ് കൗൺസിലർക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്ത പുന്നയ്ക്കമ്മാൾ വാർഡ് കൗൺസിലർ RP ശിവൻ ചേട്ടനും ഞാൻ നന്ദി അറിയിച്ചുകൊള്ളുന്നു.
നമ്മുടെ ഉത്സവ കമ്മിറ്റി കൺവീനർ സുമേഷിനും നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പേരിലും എൻ്റെ പേരിലും നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇല്ലാതെയും ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ക്ഷേത്ര ഭരണസമിതിയുടെ പേരിലും ദേവീനാമത്തിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. कामेश्वर प्रेम रत्नमणि प्रतिवनस्तनि नाभ्यालवान रोमाणि गदाधरगद्वयि लक्ष्यलोमनधाधारदा समुन्नेय मध्यमा स्तनभारदनं मध्य पट्टपद्यवलत्रय अरुणारुण कौसुम्भा अस्त्रमासोत्तरीतली रत्नकिङ्किणिकारम्य दशनादामभूषिता कामेशज्ञान सौभाग्य माधवो हृदयान्विता माणिक्यमकुलाकार जानुद्वय विराजिता इन्द्रगोपरिचिता स्मरतु नामजन्यिका गौडगुल्फा गोपकृष्ण देशुनशतवदानिता नगदीति संवचन नमत्सनतमोगुण मलद्वय प्रभाजाल प्रणाधृत सरोरुहा चिज्ञानमणि मञ्जीर मण्डित श्रीपदाम्बुजा कराली मण्डकमना महालावण्य सेवके सर्वारुणा मध्याङ्गी सर्वाभरणभूषिता
നല്ല